പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ കഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. റിയൽ. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ആ ചെറിയ ഭംഗിയുള്ള വാർത്ത വീടിൻ്റെ ഗേറ്റ് കടന്ന് ഒരു സ്കൂട്ടി മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്നും ഒരു പെൺകുട്ടി ഉഷാറോടെ ചാടിയിറങ്ങി. ഹെൽമെറ്റ് അവളുടേതായ സ്റ്റൈലിൽ ഊരിമാറ്റി. അഴിച്ചിട്ട മുടിയൊന്ന് മാടിയൊതുക്കി ചുറുചുറുക്കോടെ അകത്തേക്ക് അവൾ നടന്നു. സ്കൂട്ടിയുടെ ഒച്ച കേട്ട് അകത്തുനിന്നും ഐശ്വര്യവതിയായ ഒരു ഉമ്മ പുറത്തേക്ക് വന്നു. ഹാ ഉമ്മ, ആസി റെഡിയായോ? റുബീന മോള് വന്നോ? മോള് റൂമിലേക്ക് ചെല്ലിട്ടോ. അവൾ സുന്നത്ത് നിസ്കാരത്തിലാ. ഇന്ന് ആദ്യമായി ജോലിക്ക് പോവുകയല്ലേ. ഉമ്മായുടെ വാക്കുകൾ കേട്ടതും റുബീനയുടെ മുഖത്ത് ഒരു ചിരിമിന്നി. മോളിരിക്ക്, ഞാൻ ചായ എടുക്കാം. യാ അല്ലാ, ഇന്നെനിക്ക് ജോലി കിട്ടിയ ആദ്യ ദിവസമാണ്. ആ ജോലിയിൽ നിന്റെ ബർക്കത്തുണ്ടാകണമേ. എന്നോടൊപ്പം നിന്റെ കാവലും തൃപ്തിയും ഉണ്ടായിരിക്കണമേ. ഒരു അന്യപുരുഷന്മാരുടെ ശ്രദ്ധയിലും ഞാൻ പെട്ടുപോകരുതേ. എൻ്റെ മനസ്സിനെ നീ പരിശുദ്ധമാക്കണേ. ഞങ്ങളിൽ എന്നെന്നും നിന്റെ കൃപ ഉണ്ടാകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും അവിടത്തേക്കും കുടുംബത്തിനും സ്വഹാബത്തിനും വേണ്ടി ദുആയും ഒപ്പം പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ദുആ ചെയ്ത ശേഷം തനിക്കും കൂടി വേണ്ടിയുള്ള മൗനമായ പ്രാർത്ഥനയിലായിരുന്നു ആസിയ. എന്താടി, ഇന്ന് കാര്യമായി പഠിച്ചവനെ കയ്യിലെടുക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഓർക്കാപ്പുറത്തുള്ള റുബീനയുടെ ചോദ്യം. ആസിയ ഒന്ന് അമ്പരന്ന് തിരിഞ്ഞു നോക്കി. ഒന്ന് പോടി, ഈ ദുആ ഇനി അങ്ങോട്ട് വേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാ. അതെന്താടി, നിന്നെ വല്ലവരും തട്ടിക്കൊണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ടോ? റുബീന ലിപ്സ്റ്റിക്കിട്ട ചുണ്ടുകളാൽ പൊട്ടിച്ചിരിച്ചു. ഹയ്യടാ, രാവിലെ തന്നെ ഒരു അളിഞ്ഞ കോമഡി. ഒന്ന് പോ പെണ്ണേ. അതിരിക്കട്ടെ, ആ പ്രൊട്ടക്ഷനിൽ ഞാനും പെടുമോ? തീർച്ചയായും. നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നിനക്ക് സൽബുദ്ധി തോന്നുവാനും. അപ്പോൾ എൻ്റെ ബുദ്ധിക്ക് വല്ല കുറവും സംഭവിച്ചു പോയെന്നാണോ? റുബീനയുടെ മുഖം മങ്ങി. അതേടി, കുറവ് നിൻ്റെ ബുദ്ധിക്കല്ല, നിൻ്റെ പോക്കിനാ. ആസിയ റുബീനയെ തറപ്പിച്ചൊന്ന് നോക്കി. നീ എന്താ സൂചിപ്പിച്ച് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി, റുബീന പറഞ്ഞു. അതെ, നീ ഉദ്ദേശിച്ചത് തന്നെയാ. നീ ആഷിമിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത്. നീ ഒന്ന് ചിന്തിക്കണം റൂബി. അന്യനാട്ടിൽ നിന്നെ ഓർത്ത് കഴിയുന്ന, നിന്നെ നല്ലൊരാൾക്ക് വേണ്ടി വിവാഹം ചെയ്തുറപ്പിച്ചിരിക്കുന്ന ആ മാതാപിതാക്കളെ ഇനിയും നീ വിഷമിപ്പിക്കരുത് റൂബി. മതിയടി ഇത്. നീ എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട. ആഷിക്കായെ പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. 5 വർഷത്തെ പ്രണയമാണ് ഞങ്ങളുടെ. കഴിയുമെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വിവാഹം എൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ വേണ്ടി. അതുമാത്രം എനിക്ക് പറ്റില്ല റൂബി. ഈ തെറ്റിന് വേണ്ടി ഞാൻ ഒരിക്കലും നിനക്ക് കൂട്ടുനിൽക്കില്ല. നീ എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ്. നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. സ്നേഹിക്കുന്നത് തെറ്റാണോ ആസി? പിന്നെ ആഷികാക്ക് എന്താണ് ഒരു കുറവ്? സ്നേഹിക്കുന്നത് പുണ്യമാണ് റൂബി. പ്രണയിക്കുന്നത് ഒരിക്കലും മോശവുമല്ല. പക്ഷേ പ്രണയം അള്ളാഹു അനുവദിച്ച അയാൾക്ക് കൊടുക്കേണ്ട ഒന്നാണ്. ഹാഷിം ഇന്ന് നിനക്ക് അന്യപുരുഷനാണ്. നിനക്ക് മഹർ തന്നിട്ടില്ല. പിന്നെ ഇക്കാക്ക പറഞ്ഞ അറിവ് വെച്ച് പറയുകയാണ്, ഹാഷിം അത്ര നല്ലയാളുമല്ല. യാചന പോലെയായിരുന്നു ആസിയുടെ ഉപദേശമെങ്കിലും റൂബിക്ക് അവളിൽ കുറച്ച് നീരസം തോന്നി. മറ്റു വല്ലവരുമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ റുബീന ദേഷ്യപ്പെട്ടു പോയേനെ. കാരണം ഹാഷിമിന് അവൾക്ക് അത്രയും സ്നേഹവും വിശ്വാസവുമാണ്. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ അവൾ ഓർക്കുന്നതുമില്ല. അല്ലെങ്കിലും പ്രണയിക്കുന്നവർ മറ്റൊന്നും ചിന്തിക്കില്ലല്ലോ. അതിലെ തെറ്റുകളും വരാൻ പോകുന്ന ചതികളും ആര് പറഞ്ഞു കൊടുത്താലും പറയുന്നവർ എതിരാളികളും ശത്രുക്കളുമായി മാറും. റുബിയുടെ മുഖത്തെ കാർമേഘം ആസിയ ശ്രദ്ധിച്ചു. ഡി മോളെ. ആസിയ സ്നേഹത്തോടെ റുബീനാക്ക് ഒരു നുള്ളു കൊടുത്തു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നേയുള്ളൂ. നീ എന്നോട് ഇതിൻ്റെ പേരിൽ വൻമതിൽ കെട്ടരുത്. ഒന്നു പോടി. ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നത്? എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ആസി പറഞ്ഞതിന് പകരത്തിന് നൈസായി അവളൊരു തിരിച്ചടി കൊടുത്തു. ആസി എന്ത് പറഞ്ഞാലും അവൾ അകറ്റി നിർത്താനോ ദേഷ്യപ്പെടാനോ റുബീനാക്ക് കഴിയുകയില്ല. കാരണം അവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞവർ. റുബി അവളുടെ ഉഷാർ തിരിച്ചു വന്നു. ചുമ്മാതല്ല എൻ്റെ ആഷിക്ക പറയുന്നത്, നമ്മളെങ്ങനെ ഒത്തുപോകുന്നുവെന്ന്. ആഹാ, അങ്ങനെയാണോ? കാര്യം നീ ഒരു കൂതറയാണെങ്കിലും എൻ്റെ ഫ്രണ്ടല്ലാതെ വരുമോ? അതേടി, ഞാൻ കൂതറയാണോ? ആയിരിക്കാം. അതുകൊണ്ടാണല്ലേ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ. റൂബീന വീണ്ടും തിരിച്ചടിച്ചു. അങ്ങനെയാണോ? ആസിയ മുത്തുകിലുങ്ങും പോലെ ചിരിച്ചു. റൂബിയും കൂടെ കൂടി. നിസ്കാരപ്പാഴയിൽ നിന്നും എഴുന്നേറ്റ് പർദ്ദയുടെ ഷാൾ സെറ്റ് ചെയ്യുകയായിരുന്നു ആസിയ. റൂബീന അവളെ ആശ്ചര്യത്തോടെ നോക്കി. പർദ്ദയിട്ട് മഫ്ത ചുറ്റിയാലും ഇവളെത്ര സുന്ദരിയാണ്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി ഇത്ര ഗഹനമായി ചിന്തിക്കുന്നത്? എന്നെ തട്ടിക്കളയാൻ വല്ല പ്ലാനും ഉണ്ടോടി? ആസിയ തമാശ മട്ടിൽ അവളെ കൂർപ്പിച്ചു നോക്കി.
അതിന് നീ എന്തിനാ എന്നെയും ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത്? ആസിയുടെ ഭാവം കണ്ട് റൂബീനക്ക് രസം തോന്നി. പൊതുവെ ശാന്തമായ അവളുടെ മുഖം ഒന്ന് ദേഷ്യപ്പെട്ട് കാണുവാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചൊടിപ്പിക്കുന്നത് റൂബീനയുടെ പണ്ടേയുള്ള ഹോബിയാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ, ഭവതി പർദ്ദ ഇട്ട് തന്നെ വന്നാലും. പിന്നെ ഈ ഷാളൊന്ന് ഉയർത്തി വെച്ചൂടെ? വേണ്ട മോളെ, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ എന്ന നബിതങ്ങൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്ത്യനാളാകുമ്പോൾ സ്ത്രീകൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലയിൽ തട്ടമിടുമത്രേ. ആ സ്ത്രീകൾ നരകത്തിൽ ചെന്ന് വീഴുമെന്നാ. ഓ മതി മതി, സാഹിത്യം ഒഴിവാക്കി നീ മതപ്രസംഗം എടുത്തിട്ടോ. കേട്ടു നിൽക്കാൻ നോ ടൈം. സഖി വന്നാട്ടെ. അവർ രണ്ടുപേരും പുറപ്പെടാൻ റെഡിയായി നിന്നപ്പോഴേക്കും ആസിയയുടെ ഉമ്മ വാതിൽക്കലെത്തി. മക്കളെ ഇറങ്ങാറായോ? ദാ റെഡിയാണുമ്മ, ആസിയ പറഞ്ഞു. എങ്കിൽ രണ്ടുപേരും കാപ്പി കുടിക്കാൻ വാ. ഉമ്മ, എനിക്ക് ഉമ്മായുടെ ആ സ്പെഷ്യൽ ചായ മതിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചതാ. റൂബീന പറഞ്ഞതിൻ്റെ ബാക്കി ആസിയ പൂരിപ്പിച്ചു. അവർ രണ്ടാളും ചിരിയോടെ ഉമ്മായുടെ പിന്നാലെ കൂടി. ഉമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ റൂബീന ആസിയോട് പറഞ്ഞു, ഞാൻ ഓർത്തുപോയതാ, ഒരു മേക്കപ്പ് പോലും ഇല്ലാതെ എന്ത് സൗന്ദര്യമാണ് നിനക്കെന്ന്. നിന്റെ അത്രയും ഗ്ലാമർ എനിക്കുണ്ടായിരുന്നേ ഞാൻ ആരായിരുന്നേനെ എന്ന്. ആസിയ നിസ്സാര ഭാവത്തോടെ ഒന്ന് ചിരിച്ചു. ഓ, സൗന്ദര്യ രൂപത്തിലാണോ അവിടെയുള്ളത്? അതാദ്യം വേണ്ടത് ഹൃദയത്തിലാ. അകമേയുള്ളത് നേരെ ആയാലേ പുറമോടിക്ക് വിലയുള്ളൂ. തുടങ്ങിയോ നിന്റെ സാഹിത്യം? എടി, ഇന്നെങ്കിലും ഈ പർദ്ദ ഒന്ന് ഒഴിവാക്കായിരുന്നു. എന്നിട്ട് എന്നെപ്പോലെ അടിച്ചു പൊളിച്ചൊരു ബോയ് ഫ്രണ്ടൊക്കെയായി. റൂബി വീണ്ടും ആസിയായി ചൊടിപ്പിച്ചു. മതിയടി പറഞ്ഞത്. ആസിയ റൂബീനായെ തറപ്പിച്ചു നോക്കി. റൂബീനായും ആസിയായും കുഞ്ഞിലേയുള്ള കൂട്ടുകാരാണല്ലോ. തൊട്ടടുത്ത് 2-3 വീടുകൾക്കപ്പുറമാണ് റൂബീനായുടെ വീടും. റൂബീന സാമ്പത്തികമായി അല്പം ഉയർന്ന സ്ഥിതിയിലാണ്. അവളുടെ ബാപ്പായും ഉമ്മായും ദുബായിലാണ്. അവർ അവിടെ കുടുംബക്കാരുമൊക്കെയായി റൂബീനാക്ക് നല്ലൊരു ബന്ധം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ഫാമിലിയോടെ ദുബായിൽ തന്നെയാണ്. ചെറുക്കൻ സുമുഖനും റൂബീനായെപ്പോലെ MBAയും ബിസിനസ്മാനുമാണ്. നല്ല കുടുംബവും. വീട്ടുകാരുടെ മനസ്സിൽ സംശയം ഇപ്പോൾ ഇട്ടാൽ അപകടമെന്ന് കരുതി റൂബീന അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്നും ഫോട്ടോ കണ്ട് ചെറുക്കനെ ഇഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞിരുന്നു മാതാപിതാക്കളോട്. ആ വാപ്പാക്കും ഉമ്മാക്കും ഒറ്റ മകളാണ് റൂബി. ഉടനെ മകളുടെ കല്യാണം നടത്തി മകളെയും മരുമകനെയും ദുബായിലേക്ക് കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം. നിക്കാഹ് ഉടനെ വേണമെന്നും റൂബീനായെ ഉടനെ കാണണമെന്നും ചെറുക്കനും വീട്ടുകാരും റൂബീനായുടെ വാപ്പാനോട് പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് നാട്ടിൽ ജോലിയായിട്ടല്ലേയുള്ളൂ, കുറച്ച് മാസങ്ങൾ കൂടി ഇവിടെ ജോലി ചെയ്യാൻ വാപ്പി സമ്മതിക്കണം. വിവാഹം 1 വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു നീട്ടിയിരിക്കുകയാണ് റൂബീന. വാപ്പാക്കും ഉമ്മാക്കും മകളെന്ന് വെച്ചാൽ ജീവനാണ്. ആ മകളുടെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും നടത്തി കൊടുക്കുന്നതിലാണ് അവരുടെ സന്തോഷവും. ഇപ്പോൾ വയസ്സ് 22 ആയുള്ളൂ. മകൾ പറഞ്ഞ പോലെ 1 വർഷം കൂടി കഴിയട്ടെ എന്നവരും തീരുമാനിച്ചു. ആസിയായും റൂബീനായും ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും വെവ്വേറെയാണ്. ആസിയയുടെ വാപ്പ അവളുടെ 10 വയസ്സിലെ മരിച്ചുപോയി. പിന്നീട് ഉമ്മാക്കൊരു സഹായം മൂത്ത ആങ്ങളയായിരുന്നു. ആസിയേക്കാൾ 10 വയസ്സ് മൂപ്പാണ് അനസിന്. അവൾക്ക് ഇളയൊരു ആങ്ങള കൂടിയുണ്ട്, അൻവർ. അവൻ എഞ്ചിനീയറാണ്. അവനിപ്പോൾ സൗദിയിൽ ജോലി റെഡിയായി പോയിട്ടേയുള്ളൂ. വാപ്പ മരിക്കുമ്പോൾ അനസിന് പ്രായം 20ഉം അൻവറിന് 14ഉമായിരുന്നു. പിന്നീട് ഉമ്മാക്കും സഹോദരങ്ങൾക്കും താങ്ങും തണലുമാവാൻ അനസ് പഠനം ഉപേക്ഷിച്ചു. എല്ലാവരും അതിനെ എതിർത്ത് നിന്നിട്ടും അനസ് തീരുമാനം മാറ്റിയിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ ഉമ്മാക്കും അത് സമ്മതിക്കേണ്ടതായി വന്നു. അനസ് നന്നായി പഠിക്കുമായിരുന്നു. അവനിൽ നല്ലൊരു ഭാവി മരിക്കും മുമ്പേ ആ പിതാവ് സ്വപ്നം കണ്ടിരുന്നു. അതോർത്ത് ആ ഉമ്മ എപ്പോഴും ദുഃഖിച്ചിരുന്നു. ബാപ്പായുടെ മരണശേഷം അനസ് കിട്ടിയ ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ നല്ല നിലയിൽ സംരക്ഷിച്ചു. ഉമ്മായ ജോലിക്ക് വിടാതെ തന്നെ സഹോദരങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ കുടുംബമായി അടുത്താണ് അനസ് താമസിക്കുന്നത്. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന പ്രാരാബ്ധമായ ചുറ്റുപാടിലാണ്. സ്വന്തമായി നേടിയ ചെറിയൊരു കടയുടെ വരുമാനം ഒന്നിനും തികയുന്നില്ല. വീട് വെച്ച് മാറിയ കടം വേറെയും. ഇന്ന് പഴയ പോലെ വീട്ടുകാരെ സഹായിക്കാൻ പറ്റാത്തതിൽ അനസിന് നല്ല സങ്കടമുണ്ട്. അൻവറിനെയും ആസിയയെയും പഠിപ്പിച്ച നിലയിലും കുറച്ച് കടമുണ്ട്. പക്ഷേ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇക്കാക്കയെയും കുടുംബത്തെയും സഹായിക്കാൻ അൻവറും ആസിയും തീരുമാനിച്ചു. ആസിയ MBA കഴിഞ്ഞുവെങ്കിലും ജോലിക്ക് വിടാൻ ആങ്ങളമാർക്ക് താല്പര്യമില്ല. ഉടനെ കല്യാണം ആലോചിക്കണമെന്ന നിലപാടിലായിരുന്നു അവർ. പക്ഷേ ജോലിക്ക് ഇക്കാക്കമാരെ സഹായിക്കണമെന്ന് അവൾ ശഠിച്ചു. അങ്ങനെയാണ് ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയിൽ അവൾ ജോലിക്ക് അപേക്ഷ കൊടുത്തത്. ആസിയും റുബിയും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് അപേക്ഷ കൊടുത്തതും. പക്ഷേ 6 മാസം മുന്നേ റൂബീനായുടെ അപേക്ഷയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. രണ്ടുപേർക്കും മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് പോസ്റ്റിംഗ്. രണ്ടുപേരും വെവ്വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പെൻ ബ്രാൻഡായ പാർക്കറിൻ്റെ കമ്പനിയാണ് ബ്യൂട്ടി ആൻഡ് നൈസ്. ആസിയയുടെ ഭൗതികമായ പഠനത്തിനിടയിലും ദീനീ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അവളുടെ ആങ്ങളമാർക്ക്. വെക്കേഷൻ സമയങ്ങളിൽ ഇൽമ് പഠിക്കുവാൻ വേണ്ടി ദീനിയായ ക്ലാസ്സുകളിൽ അവൾ പോയിരുന്നു.
ബാപ്പയില്ലാത്ത മകളാണ്, ഒരിക്കലും ചീത്തപ്പേര് കേൾപ്പിക്കരുത്. നാളെ നല്ലൊരു ബന്ധം അവളെ തേടി വരണം എന്നൊക്കെയാണ് ആസിയുടെ ഉമ്മായുടെ സ്വപ്നം. അവർ എപ്പോഴും അതിനുവേണ്ടി പഠിച്ചവനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാറുണ്ട്. റൂബീനായുടെ സ്കൂട്ടി ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിർത്തപ്പെട്ടു. വണ്ടി പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് അവർ തിരിഞ്ഞപ്പോൾ പിറകിൽ കുറച്ച് മാറി ഒരു ബ്ലൂ കളർ ബെൻസ്. അതിൽ നിന്നും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ചാടിയിറങ്ങി. റൂബി! ആ വിളി കേട്ട് കുറച്ച് മുന്നോട്ട് നടന്ന അവൾ തിരിഞ്ഞു നോക്കി. ആസിയും അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി. അത് റൂബീനെ സ്നേഹിക്കുന്ന ആളാണെന്ന് ആസിക്ക് മനസ്സിലായി. മുമ്പൊരിക്കൽ റൂബീനെ ഫോട്ടോ കാണിച്ചപ്പോൾ താൻ താല്പര്യം കാണിക്കാതെ നിന്നതും അവൾ പിണങ്ങിയതും ആസി ഓർത്തു. അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ മറ്റൊന്ന് പെട്ടത്. ബെൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവളെ ആകർഷണം തോന്നിക്കുന്ന തിളക്കമുള്ള 2 കണ്ണുകൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഒരൊറ്റ നിമിഷം ആസിയെ പെട്ടെന്ന് തന്നെ മുഖം കുനിച്ചു കളഞ്ഞു. പിന്നെ അതിവേഗത്തിൽ ഒരൊറ്റ നടത്തമായിരുന്നു. പിറകിൽ റൂബീനയുടെ വിളി. ഡി ആസിയ, നിൽക്ക്, ഞാനുണ്ട്. അവൾ വിളി കേട്ടുവെങ്കിലും കേട്ടതായി ഭാവിച്ചില്ല. അപ്പോഴും ബെൻസിലിരുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ കൗതുകത്തോടെ തന്നെ ഇമ ചലിപ്പിക്കാൻ മനസ്സില്ലാതെ അവൾ പോയ വഴിയെ തന്നെ നോക്കിയിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടരും.